മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. അത് ശശിയാണെങ്കിലും ADGP ആണെങ്കിലും എല്ലാവരും പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട വ്യക്തി പ്രതിപക്ഷത്ത് നിന്നല്ല, ഭരണകക്ഷിയിൽ നിന്നാണ്. ഒരു ഭരണകക്ഷി MLA ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും സാങ്കത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ മുഖ്യമന്ത്രി അവരെയൊക്കെ സംരക്ഷിക്കുന്നത് തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചവരായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് അവരെ തള്ളിപ്പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവരെയൊക്കെ സംരക്ഷിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വസ്തുതകളെല്ലാം ഇന്നിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. പ്രതിപക്ഷത്തെ ഒരു MLA പറഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു, രാഷ്ട്രീയ പ്രേരിതമാണ്. ഭരണകക്ഷിയിലെ ഒരു MLA എന്തുകൊണ്ട് ഇത് പറയുന്നു? അതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അൻവർ പറഞ്ഞതുള്ളത്, ഇനിയും വരാനുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അൻവറിൻ്റെ പേര് നടപടിയെടുക്കുന്നില്ല? അല്ലെങ്കിൽ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? അപ്പോൾ ഇവിടെ ശശിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുക, ഇനി ADGPക്കും ക്ലീൻ ചിറ്റ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെയാണ് ഇതിൻ്റെ എല്ലാം ഒന്നാമത്തെ പ്രതി മുഖ്യമന്ത്രിയായി മാറുന്നത്. സമീപകാലത്ത് ഒരു ഭരണകക്ഷി MLA വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുക, കൊലപാതകത്തിന് കൂട്ടുനിൽക്കുക, ആളുകളെ തട്ടിക്കൊണ്ടു പോവുക, അതുപോലെ തന്നെ പണം അനധികൃതമായ പണമിടപാടുകൾ നടത്തുക, ഇതെല്ലാം ഗുരുതരമായ തെറ്റുകളാണ്. ആ തെറ്റുകൾ ചെയ്ത ആളുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ മുഴുവൻ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് എത്ര അപഹാസ്യമാണ്. എല്ലാ കൊള്ളക്കാരുടെയും താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉണ്ടായപ്പോൾ ഞാൻ ശിവശങ്കറിനെതിരെ ആരോപണം ഉന്നയിച്ചു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് IAS ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കാനാണ് ചെയ്യുന്നത്. പക്ഷെ ആ ശിവശങ്കരൻ എത്ര നാൾ ജയിലിൽ കിടന്നു. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ട് അവർക്കെല്ലാം ക്ലീൻ ചിറ്റ് നൽകിയാണ് മുഖ്യമന്ത്രി. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.